മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അതിനിടെ ഇന്നലെ ഉപ്പുതറയിൽ പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നും നിലവിലെ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ എന്നിവരാണ് നോട്ടീസ് നൽകിയത്. ഡാമിന് സമീപമുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും എംപിമാർ പറഞ്ഞു. കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങൾക്ക് ഡാം ഭീഷണിയാണെന്നും ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ജനങ്ങൾ ആശങ്കപ്പെടുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം വയനാട് ദുരന്തം അത്രത്തോളം ഭയാനകമാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ഇരകളാക്കി മാറ്റാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാദുരന്തമാണ് ഒരു ജലബോംബായി, മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സേഫ്റ്റിയാണ് കേരളത്തിൻ്റെ കൺസേൺ, സുരക്ഷയാണ് കേരളത്തിന് വേണ്ടത്. തമിഴ്നാടിന് എത്രത്തോളം വെള്ളം വേണമെങ്കിലും നൽകാം എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള മുദ്രാവാക്യം പാലിക്കുന്ന തരത്തിലേക്ക് NDSAയുടെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ആക്ടിവിറ്റീസ് കടത്തിവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ചും ഇടുക്കി ഉപ്പുതറയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റാണ് സംഘടനകളെ ഏകോപിപ്പിച്ചത്. പാലം ജംഗ്ഷനിൽ തുടങ്ങിയ പ്രകടനം ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും അതിതീവ്ര മഴ മുന്നറിയിപ്പും പരിഗണിച്ച് അടിയന്തരമായി ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും വരെ ഈ പ്രക്ഷോഭം തുടരാനും ഓഗസ്റ്റ് 11-ന് വിപുലമായ പ്രതിഷേധ കൺവെൻഷൻ നടത്താനുമാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. 136 അടിയായ ജലനിരപ്പ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 142 ആക്കിയിരുന്നു. എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തി ജലനിരപ്പ് 152 അടിയാക്കണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 131.40 അടിയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.